നാട്ടുകാരൊക്കെ എന്തു പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്? നാട്ടുകാർ ചിരിക്കുന്നു. ചിരിക്കേ? പിന്നെ അല്ലാണ്ട് ഈ വൈശാഖാലത്ത് മംഗലം എന്ത് മംഗലം? സാധാരണ നമ്മളെ വധുവരന്മാരെ വിളക്കൊക്കെ കത്തിച്ച് ആരതി അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. ആരാ ചെയ്തത്? എന്റെ മരുമോൾ. അടിപൊളി. ഹണിമൂണൊക്കെ പോവോ? ഹണിമൂൺ അറിയോ? മധുവിധു യാത്ര അമ്പലത്തിലോ തീർത്ഥാടനമാണ്. എവിടെയും കൊണ്ടുപോയിട്ടുണ്ട് അമ്മേനെ? മംഗലാപുരത്ത് മരുന്ന് അല്ല, മരുന്നിനല്ലാതെ ഇതെന്തത്? കല്യാണം കഴിഞ്ഞ ഭാര്യനെ അതിന് മുന്നേ നിങ്ങൾ 37 കൊല്ലം ജീവിച്ചില്ലേ? കൊണ്ടുപോയില്ലേ? അമ്മക്ക് എന്താ അച്ഛനെ ഇഷ്ടപ്പെട്ടെ? എന്നെ ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? ഇപ്പോഴാണ് ഒരു നവവധുവായത്. അന്നാണ് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. 37 വർഷം ലിവിങ് ടുഗദർ ആയി ജീവിച്ചിട്ട് ഈ അടുത്ത കാലത്തായി കല്യാണം കഴിഞ്ഞ നവദമ്പതികൾ നമ്മുടെ കൂടെയുണ്ട്. വെൽക്കം ചെയ്യാം. അച്ഛൻ, അമ്മ, സ്വാഗതം. അച്ഛന്റെ പേരെന്താ? അമ്മയുടെ പേരെന്താ? അച്ഛന്റെ എത്ര വയസ്സായി ഇപ്പൊ? ഓർമ്മയൊന്നുമില്ല. ഇല്ല, എന്നാലും ഒരു 60 അല്ലെ? ഒരു 60 വയസ്സൊക്കെ ആയിരിക്കും. അമ്മയ്ക്ക് അറിയോ? വയസ്സറിയോ? അല്ല, 58 കഴിക്കണം. 58. ഓക്കെ. അച്ഛനും അമ്മയ്ക്ക് ഈ ലിവിങ് ടുഗദർ എന്താണെന്നറിയോ? അറിയില്ല. പറഞ്ഞു തരട്ടെ ഞാൻ എന്താന്ന്. ഇപ്പൊ നിങ്ങൾ ജീവിച്ചില്ലേ കല്യാണം കഴിക്കാതെ കുറെ കാലം ഇഷ്ടപ്പെട്ടവരുടെ കൂടെ? അങ്ങനെ ജീവിക്കുന്നതിനാണ് ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്. കല്യാണം കഴിച്ചാൽ ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. അപ്പൊ ധാര കഴിക്കണം പറഞ്ഞു. അപ്പൊ ഇബ്രാസിന്റെ അടുത്ത് പരിധരി പോയിട്ട് ധാര കഴിച്ചു. അത് അമ്പലത്തിലാണ്. 37 വർഷത്തിന് മുമ്പ് രജിസ്റ്റർ ചെയ്തിരുന്നു കല്യാണം. പക്ഷെ കല്യാണമായിട്ട് കഴിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ ഇത് എന്നാ കല്യാണമായിട്ട്? കല്യാണം എന്ന് പറയുമ്പോ നമ്മള് തറവാട്ടിൽ കയറാൻ പറ്റില്ല ധാര കഴിക്കാതെ. ഓക്കെ. അങ്ങനെ ധാര കഴിച്ചു. അപ്പൊ ഇത്രയും കാലം തറവാട്ടിൽ കയറിയില്ല? തറവാട്ടിൽ പോയി. അപ്പൊ പ്രശ്നം നോക്കുമ്പോ ധാര കഴിക്കാതെ തറവാട്ടിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ടാണോ നിങ്ങൾ ഈ അടുത്തായിട്ട് വീണ്ടും കല്യാണം കഴിച്ചത്? എത്ര മക്കളുണ്ട് അമ്മ പറയൂ? 3 മക്കള്. മൂത്ത കുട്ടി പെണ്ണ്. ആദ്യത്തത് മോള്, രണ്ടാമത്തത് ചെക്കൻ. അപ്പൊ മക്കളുണ്ടായപ്പോ മക്കള് പറഞ്ഞില്ലേ ഒരു കല്യാണം? ആടെ പോയിട്ടാകുമ്പോ അറിഞ്ഞത്. മക്കളോട് പറഞ്ഞിരുന്നോ നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളത്? മക്കളോടൊന്നും പറഞ്ഞിട്ടില്ല. ആടെ പോകുമ്പോ അറിഞ്ഞത് സംഭവം. മക്കളും പേരക്കുട്ടികളും മക്കള് പോകാൻ പാടില്ല. ആരും വന്നില്ല? വരാൻ പാടില്ല. അതായത് മക്കള് ഇവരുടെ കല്യാണം കാണാൻ പാടില്ല എന്നാണ് ഇവര് പറയുന്നത്. അതുകൊണ്ട് ഇവര് ഈ കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിച്ചത് തിങ്കളാഴ്ച കഴിച്ചതിന് മക്കളെ ഒന്നും കൊണ്ടുപോയിട്ടില്ല, പേരക്കുട്ടികളെയും കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ കാണാൻ പാടില്ല എന്നുണ്ടായത് കൊണ്ട് കൊണ്ടുപോയിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നല്ലോ. അപ്പൊ ഈ നമ്മൾ ഈ വിളക്കൊക്കെ അല്ല, സാധാരണ നമ്മളെ വധുവരന്മാരെ വിളക്കൊക്കെ കത്തിച്ച് ആരതി അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. ആരാ ചെയ്തത്? എന്റെ മരുമോൾ. അടിപൊളി അല്ലേ? സാധാരണ അമ്മായിമാരല്ലേ മരുമക്കളെ കയറ്റി ആരതി